നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ ഫണ്ടിൽ ഈ രണ്ട് ഓപ്ഷൻസ് കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഒരെണ്ണം ഗ്രോത്ത് എന്നും ഒരെണ്ണം IDCW എന്നും. ബട്ട് ആസ് ആൻ ഇൻവെസ്റ്റർ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും. IDCW എന്ന് പറയുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ എന്നാണ്. ഈ കാറ്റഗറി പെടുന്ന മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഏത് കമ്പനികളിലേക്കാണോ ഏത് സെക്യൂരിറ്റീസിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ്, ഡിവിഡൻസ്, ഇൻട്രസ്റ്റ് എല്ലാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആണ് IDCW. ഇതിൽ ഈ റിട്ടേൺസ് പീരിയോഡിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഇട്ട് തന്നോണ്ടിരിക്കും. ചിലപ്പോൾ അത് മന്ത്ലി ആവാം, ചിലപ്പോൾ അത് ക്വാർട്ടർലി ആവാം, ചിലപ്പോൾ അത് ആനുവലി ആവാം. നേരെ മറിച്ച് ഗ്രോത്ത് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഈ കിട്ടുന്ന പ്രോഫിറ്റ്സ്, ഡിവിഡൻസ്, ഇൻട്രസ്റ്റ് എല്ലാം ആ ഫണ്ടിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും ഉണ്ടാക്കി തരുന്നത്. IDCW നമുക്ക് കിട്ടുന്ന ആ പീരിയോഡിക് റിട്ടേൺസ് ആക്ച്വലി ഫണ്ടിന്റെ NAV തന്നെ കുറയുന്നുണ്ട്. ഗ്രോത്തിലാണെങ്കിൽ ആ NAV അങ്ങനെ കുറയില്ല. അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ NAV കൂടി കൂടി പൊക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പീരിയോഡിക്കലി ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരു ആക്റ്റീവ് ഇൻകം വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേമിലേക്കുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് നിങ്ങൾ എയിം ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് ഫണ്ടിൽ തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.